തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് ദുരന്ത നിവാരണ അതോറിറ്റി സൈറൻ മുഴക്കി. ജിബിൻ JB വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, ഏതൊക്കെ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്? എത്ര ദിവസത്തേക്ക്? ആര്യ, നിലവിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ രണ്ട് ജില്ലകളിലും പഴക്കെ മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ അതിശക്തമായ മഴയാണ് പല സ്ഥലങ്ങളിലും പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പാലോട്, വിതുര മേഖലകളിൽ കനത്ത മഴയാണ് ഇന്ന് രാവിലെ മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ നഗരമേഖലകളിലും മഴയുണ്ട്. പക്ഷേ ഇടവിട്ടുള്ള മഴയായതിനാലാണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടൊന്നും തന്നെ ഒരിടത്തും രൂപപ്പെടാത്തത്. പക്ഷേ വലിയ രീതിയിലുള്ള മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പിന്റെ ഭാഗമായി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയും ചേർന്നുകൊണ്ട് ഒരു സൈറൻ പോലും മുഴക്കിയിരിക്കുന്നത്. കാരണം ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകയാണ് ഈ സൈറൻ മുഴക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയോട് ചേർന്ന് കന്യാകുമാരി കടലിന് മുകളിലാണ് ഇപ്പോൾ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ചക്രവാത ചുഴി തൊട്ടടുത്ത ദിവസം തന്നെ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ ഇതൊരു അതിതീവ്ര ചുഴലിക്കാറ്റായിട്ട് മാറാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീരദേശത്തോട് ചേർന്നിരിക്കുന്ന ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് അതിനുള്ള അനൗൺസ്മെന്റ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പുറപ്പെടുവിച്ചിരുന്നു. ഇനിയുമുള്ള 2 ദിവസത്തേക്ക് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പോയിട്ടുള്ളവർ നിലവിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി മത്സ്യബന്ധനത്തിനായി പോയിട്ടുള്ളവർ എത്രയും വേഗം കരയിലേക്ക് തിരിച്ചെത്തണം എന്നുള്ള ഒരു കാര്യം കൂടി അവരെ അറിയിച്ചിട്ടുണ്ട്.